ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ വന്ദനം. വളരെ ശൈത്യമുള്ളതായ ഒരു രാത്രികാലം. ഒരു വീടിൻ്റെ മുന്നിൽ ഒരു അനാഥനായ മനുഷ്യൻ. അദ്ദേഹത്തിന് തണുപ്പിനെ ചെറുത്ത് നിൽപ്പാനുള്ളതായ കോട്ടുകളോ മറ്റു വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തണുത്തു വിറച്ച് ഒരു വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയായിരുന്നു. അദ്ദേഹം വീടിൻ്റെ വാതിക്കൽ മുട്ടി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോട്ടില്ല, ഈ രാത്രി എനിക്ക് ഈ തണുപ്പത്തോട് നടന്ന് മുന്നോട്ട് പോയാൽ ഞാൻ മരിച്ചു പോകും, എനിക്ക് ഒരു അഭയം തരാമോ? അനുകമ്പയുള്ളതായ ദയാവായ്പുള്ളതായ വീട്ടുകാർ അദ്ദേഹത്തിന് ഒരു അഭയം നൽകി. അദ്ദേഹത്തിനെ അവർ കൊണ്ടുപോയി താമസിപ്പിച്ചത് അവരുടെ വീട്ടിലെ ഉപകരണങ്ങളും മറ്റ് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ആ വീടിൻ്റെ ഏറ്റവും അടിയിലുള്ള സെല്ലാർ റൂമിലായിരുന്നു. മറ്റ് അനേക വീടുകളിൽ ഭൂമിക്കടിയിലേക്ക് തന്നെ അല്പം താഴ്ത്തി ഒരു സെല്ലാർ പോലെയുള്ളൊരു ഭാഗമുണ്ടാക്കും. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ കഴിയും. അന്ന് പ്രഭാതം, പിറ്റേന്ന് പ്രഭാതം ആ വീട്ടിലുള്ളവർ മധുരമായ ഒരു സംഗീതം, ആരെയും ആകർഷിക്കുന്നതായ ഒരു സംഗീത സ്വരം കേട്ടുകൊണ്ടാണ് അവർ പ്രഭാതത്തിൽ ഉണർന്നത്. അവിടെ ഇവിടെയൊക്കെ നോക്കിയത് എവിടുന്നാണ് ഈ മനോഹരമായ സംഗീതം വരുന്നത്. അവർക്ക് മനസ്സിലായി അവരുടെ വീടിൻ്റെ ആ സെല്ലാർ റൂമിൽ നിന്നാണ് വരുന്നത്. അവരാകാംക്ഷയോടെ ചെന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ രാത്രി അഭയം കൊടുത്തതായ മനുഷ്യൻ അവിടെ ഒരു വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, കേടുപാട് വന്ന ഒരു പഴയ വയലിൻ അവിടെ ആ മുറിയിൽ മറ്റ് ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ കൂടെ മാറ്റിയിട്ടിരിക്കുന്നു, ഒരു ഉപയോഗവുമില്ല. എന്നാൽ ഈ മനുഷ്യൻ തലേദിവസം രാത്രി കിടക്കാനായി ആ മുറിയിൽ ഒരുപടി സാധനങ്ങൾ കൂട്ടിയിരിക്കുന്ന മുറിയിൽ അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടു ഒരു വയലിൻ ഇരിക്കുന്നത്. അദ്ദേഹം എടുത്തു, പൊടിയെല്ലാം തട്ടി അല്പസ്വല്പം റിപ്പയറൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആ വയലിൻ വീണ്ടും അത് നല്ല സ്വരം പുറപ്പെടുവിക്കാൻ തുടങ്ങിയത്. ആ വീട്ടുകാർ ചോദിച്ചു, ഞങ്ങൾ വേണ്ട എന്ന് വെച്ച് അത് വേസ്റ്റായിട്ട് മാറ്റിയിട്ടിരുന്നതാണല്ലോ, നിങ്ങളതെങ്ങനെ അത് ഇത്രയും നന്നാക്കിയെടുത്തു? ആ പാവപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനാണ് ഈ വയലിൻ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കി വയലിൻ വിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇത് ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയ വയലിനാണെന്ന്. ഞാനതെടുത്ത് അതിൻ്റെ കേടുപാടുകൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനതെല്ലാം മാറ്റി പെട്ടെന്ന് അത് നല്ല ശബ്ദം മുഴക്കാൻ തുടങ്ങിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറയാൻ കാരണം, ഇന്ന് ശബ്ദം നഷ്ടപ്പെട്ട വയലിനെ പോലെ ആ വയലിൻ എല്ലാം നഷ്ടപ്പെട്ട് ഒരു മുറിയുടെ മൂലയിൽ വെറും വേസ്റ്റായി കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ സന്തോഷം നഷ്ടപ്പെട്ട അനേകം മനുഷ്യജീവിതങ്ങൾ ഇന്ന് ഭൂമിയുടെ കോണുകളിൽ പാർക്കുകയാണ്. ചിലർ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്നു. ചിലർ തങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ അവർ വേദനിച്ച് അവർ മറ്റാരുടെയും മുമ്പിൽ വെളിപ്പെടാൻ മനസ്സില്ലാതെ അവർ ഏകാന്തതയിൽ കഴിയുന്നു. എന്നാൽ അവരുടെ സൃഷ്ടാവും ഉടയവനുമായ യേശുക്രിസ്തു അവരെ ഒന്ന് തൊട്ടാൽ, ഹല്ലേലൂയ, യേശുക്രിസ്തുവുമായി അവർക്കൊരു ബന്ധം വന്നാൽ, ഈ വയലിൻ്റെ നിർമ്മാതാവ്, ഉടമസ്ഥൻ ആ വയലിൻ പൊടിയെല്ലാം തട്ടി അതിൻ്റെ കേടുപാടുകൾ പൊക്കിയതുപോലെ സൃഷ്ടാവായ യേശുക്രിസ്തു മകനെ മകളെ, നിൻ്റെ കേടുപാടുകളും നിൻ്റെ വേദനകളും നിൻ്റെ സങ്കടങ്ങളും സങ്കട വിഷയങ്ങളെല്ലാം മാറ്റി നിന്നെ ഒന്ന് തൊട്ടാൽ നിനക്ക് സന്തോഷം ലഭിക്കും. നിൻ്റെ ജീവിതവും ധന്യമാകും. മകളെ, നിൻ്റെ ജീവിതവും അർത്ഥമുള്ളതാകും. ഹല്ലേലൂയ. ഈ വയലിൻ്റെ ശബ്ദം ആ വീട്ടുകാരെ സന്തോഷത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരാൻ യേശുവിന് കഴിയും. 2 മക്കളുള്ള ഒരു വീട്, 2 ആൺമക്കളാണ്, അപ്പനും അമ്മയും സന്തോഷമായി കഴിയുകയായിരുന്നു. ഒരു ദിവസം ഇളയ മകൻ അപ്പൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവൻ്റെ മുഖത്തിൻ്റെ ഭാവം തന്നെ അല്പം ഗൗരവമായിട്ട് തോന്നുന്നു. അവൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് വരേണ്ടുന്ന വസ്തുവകയിൽ എൻ്റെ പങ്ക് എനിക്ക് തരണം.
അത് കാണണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും. പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവകാശം പറയുകയാണ്, അവൻ ഡിമാൻഡ് പറയുകയാണ്, എനിക്ക് അവകാശമുള്ളത് തരണം. അവൻ അപ്പനോട് ചോദിച്ചു. ആ നല്ല അപ്പൻ എല്ലാം വിഭാഗിച്ചു കൊടുത്തു. സ്തോത്രം. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അപ്പന് ഉള്ള സ്വത്ത് മക്കൾക്ക് 2 പേർക്കുമായി കൊടുത്തു. എന്നാൽ എന്താണ് സംഭവിച്ചത്? എന്നാൽ ഏറിയ നാൾ കഴിയുന്നതിന് മുമ്പ് ഇളയ മകൻ സകല സ്ഥലവും അവൻ്റെ സ്വത്തുക്കളും വിറ്റ് അവൻ പണം സമ്പാദിച്ചു. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ദൂരദേശത്ത് യാത്ര ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അവൻ അപ്പനോട് ഡിമാൻഡ് ചെയ്യരുതായിരുന്നു. അവൻ ഡിമാൻഡ് ചെയ്യാതെ തന്നെ അപ്പൻ കൊടുക്കുമായിരുന്നു. കാരണം സ്നേഹമുള്ള ഒരു അപ്പനാണെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഡിമാൻഡിങ് മെൻറ്റാലിറ്റി ഉള്ളവരാകരുത്. ഒരിടത്തും ഡിമാൻഡിങ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് എനിക്കിന്നത് വേണം, നോ, അതാകരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ അടുക്കൽ. കർത്താവിന് സ്തോത്രം. ഈ മകന് അവൻ്റെ ആ ചെറുപ്രായത്തിൻ്റെ ആ ഒരു രക്തത്തിളപ്പുള്ള പ്രായത്തിൻ്റെ ഒരു അപക്വമായ പെരുമാറ്റമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവൻ അപ്പനെയും അമ്മയും കൂസാതെ അവനെല്ലാം വിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി. എൻ്റെ പ്രിയരെ, അപ്പൻ്റെ ഭവനം വിട്ടു പോയാൽ നാശമാണെന്ന് അടുത്ത വാക്യത്തിൽ തന്നെ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അവൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അപ്പൻ്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അപ്പനെ വിട്ടുപോയാൽ നാശമാണ്. അപ്പൻ്റെ ഭവനത്തെ വിട്ടുപോയാൽ അത് അനുഗ്രഹമല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹബന്ധത്തെ വിട്ട് നാം എവിടെ പോയാലും ദൈവം കണ്ടവനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ചില നാശങ്ങളോ നഷ്ടങ്ങളോ വീഴ്ചകളോ കേടുകളോ കെടുതികളോ വരാം. പക്ഷെ അതും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. സ്തോത്രം. നാം എന്നും ഈ സ്വർഗത്തിലെ അപ്പനുമായിട്ടുള്ള സ്നേഹബന്ധത്തിലായിരിക്കണം. അതാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം. ഒരുപക്ഷെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരുപാട് ആളുകളുമായി ബന്ധമുണ്ടാകാം. ഉന്നതരായവർ രാഷ്ട്രീയത്തിലോ സഭയിലോ സമൂഹത്തിലോ ഔദ്യോഗികമായോ മറ്റ് ശ്രേഷ്ഠതയുള്ള വല്ലവരുമായി ബന്ധം കാണുമായിരിക്കാം. പക്ഷേ ആ ബന്ധങ്ങളെല്ലാം പോകാൻ അധികം സമയം വേണ്ട. യേശുവുമായി ബന്ധമുണ്ടെങ്കിൽ, അത്യുന്നതനായ ദൈവവുമായൊരു ബന്ധമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇവൻ അപ്പൻ്റെ ബന്ധം വിച്ഛേദിച്ചു. അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ അവനെ കാത്തിരുന്നൊരു കൂട്ടമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടം ദുരാത്മസേനയുണ്ടെന്നും ഒരു പൈശാചിക സേനയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന, ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന അലറുന്ന സിംഹം പോലെയുള്ള ദുഷ്ടനായ പിശാച് ഇറങ്ങി വന്നിരിക്കുന്നതായ കാലഘട്ടത്തിൽ അവൻ നമ്മുടെ ജീവിതം നശിപ്പിക്കും, പിച്ചു ചിന്തിക്കളയും. ഈ മകൻ അതൊന്നും മനസ്സിലായില്ല. പണം കയ്യിൽ കിട്ടിയപ്പോൾ, സ്വാതന്ത്ര്യം കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാം മറന്നു. പ്രിയപ്പെട്ടവരെ, ചില ബന്ധങ്ങളും ഒരുപക്ഷെ സ്വാതന്ത്ര്യക്കുറവെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അതൊരുപക്ഷെ ഭവനത്തിലാകാം, കുടുംബ ബന്ധത്തിലാകാം, കൂട്ടായ്മ ബന്ധത്തിലാകാം, ചില ഔദ്യോഗിക ബന്ധത്തിലാകാം, ചില സഹോദരീ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലാകാം. ചില ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കുന്നതാണ് നമുക്ക് എന്നും നല്ലത്. ദൈവത്തോട് ചേർന്ന് പോകാം. കർത്താവിന് സ്തോത്രം. അവൻ ആരെയും നോക്കാനില്ല, ആരെയും കൂസാനില്ല. അവൻ പോയി ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു എല്ലാം നാനാവിധമാക്കി കളഞ്ഞു. 14-ാം വാക്യം അങ്ങനെ പറയുന്നു, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങി. ഇതൊരു വാണിംഗാണ്. നമ്മുടെ കയ്യിൽ എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും അത് തീർന്നു പോകാം. എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര വസ്തുവയുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, സ്വർണത്തിൻ്റെ ശേഖരമുണ്ടെങ്കിലും, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം തീർന്നു പോകാൻ അധികം സമയം വേണ്ട. ഒന്നിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല. എത്രയോ ആളുകളുടെ
ജീവിതത്തിൽ വന്ന കെടുതികളും കേടുകളും നാം വായിച്ചിട്ടുണ്ട്, നാം കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഒന്നിലും ആശ്രയിക്കാനില്ല. ആശ്രയിക്കാൻ ഒരാൾ മാത്രം, അത് യേശു മാത്രമാണ്. ധാരാളിത്വം ഉണ്ടായവന് മുട്ടുവന്നു തുടങ്ങി. ദുഃഖത്തിൻ്റെ കാലം, ആനന്ദം നഷ്ടപ്പെട്ടു. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ആനന്ദം നഷ്ടപ്പെടാൻ കാരണം അപ്പൻ്റെ വീട്ടിൽ നിന്നും അപ്പൻ്റെ സ്നേഹബന്ധം മുറിച്ചു മാറ്റിക്കളഞ്ഞതാണ്. അപ്പൻ്റെ സ്വത്ത് നഷ്ടപ്പെടുത്തിയതാണ്. അപ്പൻ്റെ സ്വത്ത് ഏതാണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വത്ത്. അത് വിശുദ്ധിയാണ്, അത് സ്നേഹമാണ്, അത് എളിമയാണ്, അത് പരോപകാരമാണ്, അത് വിശ്വസ്തതയാണ്, അത് സൗമ്യതയാണ്, അത് പാപത്തിന്മേലുള്ള ജയമാണ്, ഇന്ദ്രിയ ജയമാണ്. ഇങ്ങനെയുള്ള ദൈവിക സ്വഭാവങ്ങൾ, ദൈവിക സ്വത്തുകൾ നാം നശിപ്പിച്ച് കളഞ്ഞവരാണോ? എങ്കിലും മടങ്ങി വരിക, മടങ്ങി വരിക. അതാണ് ദൈവം പറയുന്നത്. മടങ്ങി വന്നാൽ ആനന്ദം തരാം. മടങ്ങി വന്നാൽ നമുക്ക് ആനന്ദം തരാൻ യേശുക്രിസ്തു നമ്മെ കാത്തിരിക്കുന്നു. നമുക്ക് ഇന്ന് ഈ തിരുവശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, ദൈവം നമ്മെ സഹായിച്ച് അടുത്ത മെസ്സേജിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, അടുത്ത ദിവസം ആനന്ദം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട, സ്വർഗത്തിലെ അപ്പനാകുന്ന ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ഈ മകൻ്റെ ജീവിതത്തിൽ ആനന്ദം എങ്ങനെ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആനന്ദം മടക്കിത്തരാൻ അതെല്ലാം മുഖാന്തരമാകും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആനന്ദം വേണമോ? മടങ്ങി വരൂ അപ്പൻ്റെ ഭവനത്തിലേക്ക്, മടങ്ങി വരൂ ദൈവസ്നേഹത്തിലേക്ക്, മടങ്ങി വരൂ അപ്പൻ്റെ സമൃദ്ധിയിലേക്ക്, മടങ്ങി വരൂ അപ്പൻ്റെ സംരക്ഷണത്തിലേക്ക്. അനുഭവിക്കൂ അപ്പൻ്റെ സ്വത്തുക്കൾ. എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, എങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകും, എങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാകും. സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആരുടെ ജീവിതത്തിലും വരാതെ ദൈവവുമായി എപ്പോഴും പറ്റിച്ചേർന്ന് ദൈവസന്നിധിയിൽ ആ സ്നേഹ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളാരെങ്കിലും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ യേശുവിനോട് പറയൂ, കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. ഇന്ന് ഈ സന്ദേശം അനേകരെ മടക്കി വരുത്തുന്ന സന്ദേശമാകട്ടെ, അനേകരെ തളർന്നുപോയി അനേകരെ ഉണർത്തുന്ന സന്ദേശമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും, അങ്ങനെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പൻ്റെ ഭവനം വിട്ട്, അപ്പൻ്റെ സ്വത്ത് വിട്ട്, അപ്പൻ്റെ സാന്നിധ്യം വിട്ട്, അപ്പൻ്റെ സ്നേഹ പരിലാളനകൾ വിട്ട് അപ്പൻ്റെ ഭവനത്തിൽ ദൂരെ പോയ ആരെങ്കിലും ഇന്ന് മടങ്ങി വരുന്നുവെങ്കിൽ അവരെ കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മേൽത്തരമായ അങ്കി അവരെ അണിയിക്കണമേ. കൈക്ക് പാകമുള്ള മോതിരം അവരെ അണിയിക്കണമേ. നാഥ, സ്വർഗീയ ഭവനത്തിലേക്ക് അവരെ വീണ്ടും ചേർക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. നിരാശയിലിരിക്കുന്നവരുടെ നിരാശകൾ മാറ്റണമേ. പിൻപാറ്റത്തിലുള്ളവരെ മടക്കി വരുത്തണമേ. എല്ലാവരും സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാൻ ഇടയാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യം ഞങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ കേൾക്കുവാനായി ഞങ്ങളുടെ സമയം ഞങ്ങൾ ചെലവഴിക്കാം. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ദൈവനാമം മഹത്വപ്പെടട്ടെ.